പ്രിയ കൂട്ടുകാർക്കെല്ലാം നമസ്കാരം. ഞാൻ വിഷ്ണു ബാബു. ഞാൻ ഇന്ന് കൂട്ടുകാരുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് ഒരു കിടിലൻ മ്യൂസിക് പ്ലെയർ ആപ്ലിക്കേഷനാണ്. നിരവധി പ്രത്യേകതകൾ ഉള്ള ഒരു ചെറിയൊരു മ്യൂസിക് പ്ലെയർ ആപ്ലിക്കേഷനാണ്. നമുക്കറിയാം, പ്രോ വേർഷൻ ആപ്ലിക്കേഷനുകൾ ആയ മ്യൂസിക് പ്ലെയറുകൾ നൽകുന്ന എല്ലാ ഫെസിലിറ്റീസും നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത് തികച്ചും ഫ്രീ വേർഷനാണ്. ഇതിൻ്റെ ഡൗൺലോഡിംഗ് ലിങ്ക് ഞാൻ വീഡിയോയ്ക്കൊപ്പം വെക്കുന്നുണ്ട്. ആവശ്യമുള്ള കൂട്ടുകാരെ അവിടുന്ന് ഡൗൺലോഡ് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങൾ ഈ ഒരു അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടും പങ്കുവെക്കുക. നിങ്ങൾക്ക് ഇതുപോലെയുള്ള കമ്പ്യൂട്ടർ മൊബൈൽ ടിപ്സുകളൊക്കെ നിങ്ങളുടെ ഫേസ്ബുക്കിൽ ലഭിക്കാനായിട്ട് വിഷ്ണുബാബു എന്ന് സെർച്ച് ചെയ്ത് എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ മുകളിലായിട്ട് കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് എന്നത് ഓപ്പൺ ചെയ്ത് നിങ്ങൾ നോട്ടിഫിക്കേഷനിലായിട്ട് കാണുന്ന 6 ഓപ്ഷൻസുകളും ഇതേ രീതിയിൽ നിങ്ങൾ ടിക്ക് ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്കിൽ പോസ്റ്റുകളെല്ലാം കൃത്യ ടൈമിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങളിലേക്ക് എത്തൂ. അപ്പം അതുകൂടി ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ ഒന്ന് പരിചയപ്പെടാം. ഞാൻ ജസ്റ്റ് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കൂട്ടുകാർക്ക് ഇതേ രീതിയിലായിരിക്കും ആദ്യം കാണാൻ കഴിയുന്നത്. അപ്ലൈ എന്നുള്ളത് കൊടുക്കുക. ഇവിടെയായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിലുള്ള ഓൾ സോങ്സ് കാണാം. അതേപോലെ ആർട്ടിസ്റ്റ്, ആൽബം, ഫോൾഡേഴ്സ്, പ്ലേലിസ്റ്റ്, അങ്ങനെ ഓരോ കാറ്റഗറിയും കാണാം. ഇനി നിങ്ങൾക്ക് ഇതിലായിട്ട് ഞാനിപ്പം മുകളിൽ തന്നെ ഹോം, അതേപോലെ സോങ്സ്, ആൽബം എന്നുള്ള ഓരോന്നും പ്രത്യേകം കാറ്റഗറികളിലായിട്ട് നമുക്ക് ഇവിടെയായിട്ട് കാണാം. ഞാനിപ്പം സോങ്സ് എന്നുള്ളതൊന്ന് സെലക്ട് ചെയ്യാണ്. ഇതിൽ ഞാനൊരു സോങ് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യുകയാണ്. താഴെയായിട്ട് നമുക്ക് ആ പ്ലേ ചെയ്യുന്ന സോങ് താഴെ ഭാഗത്തായിട്ട് ഏറ്റവും താഴെയായിട്ട് നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മെയിൻ സോങ്ങിൻ്റെ പേജിലേക്ക് എത്തും. ഇവിടെയായിട്ട് നമുക്ക് പ്ലേ ചെയ്യാനുള്ള ഓപ്ഷന്, സ്റ്റോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഇവിടെയായിട്ട് സോങ് നിങ്ങൾക്ക് ഇവിടുന്ന് ഓരോ സോങ്സുകളും തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് പ്ലേ ചെയ്യാം. ഇനി നമുക്ക് മുകളിലായിട്ടൊരു 3 ഡോട്ട് ഇവിടെയായിട്ട് ഷഫിൽ, നമ്മളുടെ സോങ്ങിൻ്റെ ലിസ്റ്റ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്യണം എങ്കിൽ, അതേപോലെ തന്നെ ഈക്വലൈസറായിട്ട് ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഈക്വലൈസർ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയായിട്ട് ഇനേബിൾ ആക്കി കൊടുക്കുക, ആദ്യം മുകളിലുള്ള ബട്ടൺ. ഇനി ഇവിടെയായിട്ട് നമ്മളുടെ സോങ്ങിനനുസരിച്ച് ബാസും ട്രബിളും ഒക്കെ നമുക്ക് ഇവിടെയായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെയായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇവിടെയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി അതല്ല, യൂസർ എന്നുള്ള ഭാഗം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോന്നും ജാസ്, പോപ്പ്, റോക്സ്, അങ്ങനെ ഓരോ കാറ്റഗറികളുണ്ട്. അതിൽ ഏതാണോ വേണ്ടത് അത് നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതനുസരിച്ച് ഇവിടെയായിട്ട് നമുക്ക് അതിൻ്റെ ഒരു മാറ്റം വന്നിരിക്കുന്ന കാണാൻ കഴിയും. ഇനി നമുക്ക് താഴെയായിട്ടും കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേൾക്കുമ്പം ഏത് മോഡിൽ നമുക്ക് കേൾക്കണം, സ്മോൾ റൂമിലിരുന്ന് കേൾക്കുന്ന രീതിയിൽ, അതേപോലെ മീഡിയം റൂമിലിരുന്ന് സോങ്ങുകൾ കേൾക്കുന്ന രീതിയിൽ നമുക്ക് ഇവിടെയായിട്ട് അത് നമുക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് സെലക്ട് ചെയ്യാം. ശേഷം ബാക്ക് അടിച്ച് കഴിഞ്ഞ് നമുക്ക് ആ ഒരു സോങ് ഒന്ന് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. ഇനി ഇവിടെയായിട്ട് തന്നെ സൈഡിലുള്ള 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ ചെയ്യാനുള്ളത്, പ്ലേ നെക്സ്റ്റ് കൊടുക്കാനുള്ളത്, ഈ നമ്മൾക്ക് ആഡ് കിക്ക് എന്നുള്ള ഓപ്ഷനിൽ നമ്മൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയുള്ള സോങ്ങുകൾ ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് തന്നെ അത് മാത്രം നമുക്ക് ഫസ്റ്റ് പ്ലേ ചെയ്യിക്കാൻ കഴിയും. അതേപോലെയുള്ള ചെറിയ ഓപ്ഷൻസ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് ഇവിടെയായിട്ട് ഈക്വലൈസർ, താഴെയായിട്ട് കുറേ ഓപ്ഷൻസ് ഉള്ളതിൽ ഈക്വലൈസർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഈക്വലൈസറിലേക്ക് പോകും. അതേപോലെ തന്നെ വീഡിയോ എഡിറ്റർ എന്നുള്ള ഭാഗം നമുക്ക് നമ്മളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ഈക്വലൈസർ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്ക് ഇതിലായിട്ട് കിട്ടും. ഇനി ഇവിടെ മുകളിലുള്ള 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്
ആ ഒരു നമ്മൾ പ്ലേ ചെയ്യുന്ന സോങ്ങിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെയായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് ചെയ്യാനുള്ളത്. എങ്കിലും നമുക്ക് നല്ലൊരു ഹൈ ക്ലാരിറ്റിയിൽ നമുക്ക് നമ്മളുടെ മൊബൈലിലുള്ള സോങ്സുകൾ കേൾക്കാൻ കഴിയും. അപ്പം കൂട്ടുകാരൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടും ഈ ഒരു അറിവൊന്ന് പങ്കുവെക്കുക. നമ്മൾക്ക് മറ്റൊരു